തിരുവനന്തപുരം പാലോട് ഇടിഞ്ഞാർ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിരിക്കുന്നു. ഒറ്റയാനാണ് ഇറങ്ങിയത്. അരമണിക്കൂർ നേരം ഭീതി പരത്തിയ ശേഷം ആനയെ കാട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട്. ജിബിൻ ജേബിയാണ് വിവരങ്ങൾ നൽകുക. നമുക്ക് ആദ്യം ദൃശ്യങ്ങൾ കാണാം. ജിബിൻ ജേബി ഉണ്ട്. ജിബിൻ, ഈ പാലോടൊക്കെ ഈ വന്യമൃഗശല്യം ഉണ്ടാകുന്ന പ്രദേശം തന്നെയാണല്ലോ അല്ലേ? ഇതിപ്പോൾ വലിയ രീതിയിൽ പരിഭ്രാന്തി ഉണ്ടാക്കിയോ? എന്തെങ്കിലും പരാക്രമം കാട്ടിയിരുന്നോ കൊമ്പൻ? എന്താണ് ഉണ്ടായത്? പാലോട് മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്യമൃഗശല്യമാണ്. കഴിഞ്ഞ 2 ദിവസം മുൻപ് പാലോട് ഇതേ സ്ഥലത്ത് തന്നെ ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറി വലിയ രീതിയിലുള്ള കാട്ടുപോത്തിന്റെ കൂട്ടം റോഡിലേക്ക് ഇറങ്ങിയത്, ഗതാഗതം തടസ്സപ്പെടുത്തിയതൊക്കെ നമ്മളന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഇടിഞ്ഞാർ മുത്തുകാണി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒറ്റയാൻ ഇറങ്ങിയത്. 2:30 മണിയോടുകൂടി അവിടെ എത്തിയ ഒറ്റയാൻ ഏകദേശം അരമണിക്കൂർ റോഡിൽ നിന്ന ശേഷമാണ് തിരികെ കാട്ടിലേക്ക് പോയത്. ഈ ഇടിഞ്ഞാർ മുത്തുകാണി എന്ന് പറയുന്ന പ്രദേശം ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു ജനവാസ മേഖലയാണ്. അതിന് തൊട്ട് സമീപത്തായി തന്നെ മങ്കയം ഇക്കോ ടൂറിസം ഉണ്ട്. അപ്പോൾ ഈ മഴക്കാലം കൂടി ആയതുകൊണ്ട് തന്നെ ആ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് വലിയ രീതിയിലുള്ള തിരക്കുമുണ്ട്. ഈ ഒരു സമയത്താണ് കറക്റ്റ് ഉച്ചയ്ക്ക് 2:30 ഈ കാട്ടാന ഒറ്റക്കൊമ്പൻ അവിടേക്ക് എത്തിയതും അവിടെ നിന്ന് ഈ ഭക്ഷണം ശേഖരിച്ച ശേഷം ഒരു ഇടവിട്ട് ഒരു മഴ പെയ്തതോടുകൂടിയാണ് ഈ കാട്ടാന തിരികെ വനത്തിലേക്ക് കയറുകയും ചെയ്തത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കാട്ടാന അതേ പ്രദേശത്ത് തന്നെ ഇറങ്ങാറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 മാസം മുൻപ് ഒരു ഒറ്റയാൻ ഇതേ പ്രദേശത്ത് ഇറങ്ങി പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. എന്തായാലും ഈ നാട്ടിൻ പുറത്ത് ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ ഈ ചക്കയുടെ സീസണാണ്. അതുകൊണ്ട് ഈ ചക്ക ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതാണ് ഇപ്പോൾ നമുക്ക് വനം വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതികരണം.